വിസ്മീനിയത പ്രഘോഷിക്കുവിൻ. എന്റെ വിസ്മീനിയത ഞാൻ നിങ്ങളുടെ ആത്മാവിൽ നിക്ഷേപിച്ച നിധി നിങ്ങളുടെ ഈ ജീവിതം മുഴുവനും പഠിച്ചാലും അത് നിങ്ങൾക്ക് തീരുകയില്ല, അത് തീരില്ല. അത്രയും വിസ്മീനിയതയാണത്. എന്റെ വിസ്മീനിയത, എന്റെ ദൈവരാജ്യം അതൊരു മാനുഷികതയല്ല, അത് ദൈവികതയാണ്. ആ ദൈവികതയാണ് നിങ്ങൾ പ്രഘോഷിക്കേണ്ടത്. ആ ദൈവികത പ്രഘോഷിക്കവേ, ആ ദൈവികത പ്രഘോഷിക്കവേ, ഇത് സ്വീകരിക്കവേ. ആമേൻ, ആമേൻ. പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ട് അടിവയർ വേദന കർത്താവ് പാടെ സൗഖ്യം കൊടുക്കും. ആമേൻ. Hallelujah, praise you Lord, thank you Lord, praise you Jesus, hallelujah, 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 thank you Lord, praise you Lord, praise you Jesus, hallelujah, 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 thank you Lord, praise you Lord, praise you Jesus, hallelujah. ഒരു നിമിഷം നമ്മളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തെ നമ്മൾക്ക് ആരാധിക്കാം. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2639 ഖണ്ഡികയാണ് നമ്മളിപ്പോൾ പറയാൻ പോണേ. 2639 ഖണ്ഡിക കേട്ടോ. ഞാൻ വായിക്കട്ടെ. എടുത്തോ എല്ലാവരും? ഞാൻ വായിക്കാൻ പോണേ. സ്തുതിയുടെ പ്രാർത്ഥന. അപ്പോൾ ഈ ഭാഗം സ്തുതിപ്പിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 2639 ഖണ്ഡിക സ്തുതിപ്പിനെ കുറിച്ചുള്ള പ്രാർത്ഥനയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ യാചനാ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, കൃതജ്ഞതാ പ്രാർത്ഥന ഇതെല്ലാം പറഞ്ഞായിരുന്നു. ഇപ്പോൾ വന്ന് നിൽക്കണത് സ്തുതിയുടെ പ്രാർത്ഥന അല്ലേ, ആ ഭാഗത്താണ് വന്ന് നിൽക്കണേ. അപ്പോൾ ഞാനത് വായിക്കാൻ പോണേണ്. ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാരൂപമാണ് സ്തുതിപ്പ്. ശ്രദ്ധിച്ചോ നിങ്ങളത്? ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാരൂപമാണ് സ്തുതിപ്പെന്ന്. നമ്മൾ യാചനാ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു, മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു, കൃതജ്ഞതാ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഇവിടെ ഒന്നും ഇങ്ങനെ എഴുതിയിട്ടില്ല. എങ്ങനെ എഴുതിയിട്ടില്ല? ശ്രദ്ധിച്ചോ? ഇങ്ങനെ എഴുതിയിട്ടില്ല. എങ്ങനെ എഴുതിയിട്ടില്ല? ദൈവത്തെ ദൈവമായി അല്ലേ നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാരൂപം ആണ് സ്തുതിപ്പ് എന്ന് ഇവിടെ മാത്രമാണ് എഴുതിയേക്കണേ. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് വേറെ പ്രാർത്ഥന ഭാഗങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ എഴുതിയിട്ടില്ല. എന്തെന്ന് എഴുതിയിട്ടില്ല? ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാരൂപമാണ് സ്തുതിപ്പെന്ന്. മനസ്സിലായോ? ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന ഒരു പ്രാർത്ഥനാരൂപമാണ് സ്തുതിപ്പ്. അപ്പോൾ ഈ അർത്ഥത്തിലാണ് സങ്കീർത്തനം 19 അല്ലേ, 19ാമത്തെ സങ്കീർത്തനമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ റാസാ കുർബാനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ വചന ശുശ്രൂഷയിൽ ഈ റാസാ കുർബാനയുടെ ആ ആരാധനക്രമത്തിൽ വചന ശുശ്രൂഷയ്ക്കൊരുക്കമായിട്ട് ഈ സങ്കീർത്തനം ആലപിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണ്, എങ്ങനെയാണ് ആലപിക്കണമെന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ. അപ്പം എന്താണ് അവിടെ കാതലായ ഭാഗം? ഈ 19ാം സങ്കീർത്തനം അല്ലേ, അത് തുടങ്ങണത് തന്നെ
ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. ഇത് ഗാനരൂപത്തിലാണ് ഞാനിപ്പോൾ, അല്ലേ? പക്ഷെ അതവിടെ വചനമായിട്ട് എന്താണ്? ആകാശവും ഭൂമിയും എന്തെന്നാണ് എഴുതിയിരിക്കണേ? ഒന്ന് വായിച്ച ആരെങ്കിലും ഒന്ന് ആ ഫസ്റ്റ് വചനം ഒന്ന് വായിച്ചേ. ഉണ്ടോ? മതി, അത്ര മതി. കണ്ടോ? ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. അപ്പോൾ നമ്മളന്ന് പറഞ്ഞായിരുന്നു, അതായത് ഈ സകല സൃഷ്ടി ചരാചരങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സൃഷ്ടികൾ? എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലേ? അതിൻ്റെ അടിയത്തെ വചനം ഒന്ന് വായിച്ചേ ലൈല ചേച്ചി. അതിൻ്റെ അടിയത്തെ വചനം ഒന്ന് വായിച്ചേ. അതല്ല, ഇപ്പോൾ ഈ ഞാൻ പാടിയ ആ ഗാനാലാപനത്തിലൂടെ പാടിയില്ലേ, ആ വചനം എന്താണ്? തൻകരവിരുതല്ലോ എന്ന് പറഞ്ഞു. അല്ല, അതൊന്നും കൂടി ആദ്യം തൊട്ടൊന്ന് വായിച്ചേ. ആകാശവും ഭൂമി. കണ്ടോ? വാനവിധാനം അവിടുത്തെ കരവേലയെ കണ്ടോ? കരവേല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഇവിടുത്തെ കരവേല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിലൂടെയാണ് ഈ സകലതും സൃഷ്ടിക്കപ്പെട്ടത്, ഇല്ലായ്മയിൽ നിന്ന്. ആ വചനത്തെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിക്കാൻ പോകുന്നതെന്ന് റാസ കുർബാനയിലെ നമ്മൾ ആരാധനക്രമത്തിൽ ഈ ഗാനം ആലപിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ കാതലായ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാരൂപമാണ് സ്തുതിപ്പെന്ന് പറയുമ്പോൾ അത് പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ നമ്മൾക്ക് കാണിച്ചു തരികയാണ് ഈ 19-ാം സങ്കീർത്തനത്തിലൂടെയെല്ലാം. അതിന് മുൻപുണ്ട്. ഇപ്പോൾ ദാവീദെല്ലാം, അല്ലേ, എങ്ങനെയാണ് കർത്താവിനെ പാടി സ്തുതിച്ചിരുന്നത്, നന്ദി അർപ്പിച്ചിരുന്നത്, കൃതജ്ഞത അർപ്പിച്ചിരുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷയം. ഇതാണ് ഇപ്പോൾ ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന രൂപമാണ് സ്തുതിപ്പെന്ന്. അപ്പോൾ ഇത് മറ്റു പ്രാർത്ഥനകളുടെ ഭാഗത്ത് നമ്മൾ തുടങ്ങിയപ്പോൾ ഒന്നും ഇങ്ങനെ വായിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. എങ്ങനെ എഴുതിയിട്ടില്ല? ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാരൂപമാണ് ഈ പ്രാർത്ഥന എന്ന് എഴുതിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ സ്തുതിപ്പ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു കാതലായ ഒരു ഭാഗമാണെന്ന് പറയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കേണ്ടതുണ്ടെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ കാര്യം തന്നെ നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇപ്പോൾ പറഞ്ഞു, അല്ലേ? ഒരു 5 മിനിറ്റ് തന്നെ ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കണവർക്ക് തോന്നുമായിരിക്കും ചിലപ്പോൾ, ഇതെന്ത് ഈ കാര്യം തന്നെ ഇത് 10 പ്രാവശ്യം പറയണേ. ഈ കാര്യങ്ങളൊക്കെ 10 പ്രാവശ്യം പറയണം. 10,000 പ്രാവശ്യം പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാവണില്ല നമുക്ക്. അപ്പം ഞാനതാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ പല ആവർത്തി നമ്മൾ പറയണേ. അപ്പോൾ സ്തുതിപ്പാണ് നമ്മളുടെ വിഷയം കേട്ടോ. അപ്പോൾ ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന, അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണെന്ന് ഞാൻ വീണ്ടും പറയുന്നതാണ്. മനസ്സിലായോ? ഇതെന്തെങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ പല കാര്യങ്ങളും ഞാൻ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ പറയണതിൻ്റെ മറ്റൊരു വശം. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വൈദികനെ പരിചയപ്പെട്ടു. അപ്പോൾ അത് ആ വൈദികൻ ആരാണെന്നൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സ്ഥലവും ഞാൻ പറയണില്ല. കാരണം അദ്ദേഹത്തെ താഴ്ത്തി കാണിക്കുകയല്ല എൻ്റെ ഭാഗം, മറിച്ച് നമ്മൾ എങ്ങനെ ആകരുത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോ വിമർശനാത്മകമായ കാര്യങ്ങൾ പറയുമ്പോഴും, എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വിമർശനാത്മകമായ ഒരു കാര്യം നമ്മളിവിടെ അവതരിപ്പിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അതിങ്ങനെയാണ്, ഞാൻ ആ ആളെ പോലെ ആകാതിരിക്കുക. മനസ്സിലായോ? അതിനാണ് ഇത് അവതരിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ ആ ആളെയും ആ വ്യക്തിയെയും ആ സംഭവത്തെയും ചവിട്ടി തേക്കുകയോ അല്ലെങ്കിൽ തരം താഴ്ത്തി കാണിക്കാനോ അല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാരുടെ പേര് പൊതുവെ പറയാറില്ല. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഈ വൈദികൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ നിങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവും, എന്ത് ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഞാൻ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. ആലപ്പുഴ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അതിൻ്റെ യഥാർത്ഥ സ്ഥലം ഞാൻ പറയണില്ല. അപ്പോൾ ഞാനവിടെ 2 വീലർ ഓടിച്ച് ചെന്നു. കണ്ട് അദ്ദേഹത്തിൻ്റെ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ ഭാര്യയും അമ്മയും എല്ലാവരുമായിട്ട് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അവിടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരിക്കുന്ന സമയത്ത് സ്തുതിപ്പിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വരികയാണ്. മനസ്സിലായോ? സ്തുതിപ്പിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഈ എന്താണ് കരിസ്മാറ്റിക് അല്ലേ? ആ പേര് പോലും എനിക്ക് വായി കിട്ടണില്ല. കരിസ്മാറ്റിക്കിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സ്തുതിപ്പിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ ഞാനൊന്ന് എടുത്ത് പറയട്ടെ. അപ്പോൾ ധ്യാനഗുരു പ്രവേശിക്കാൻ വേണ്ടി കീബോർഡൊക്കെ വായിച്ചു. അപ്പോൾ ഒരു ധ്യാനഗുരു പ്രവേശിക്കണത് ഒരു നായകൻ എൻട്രി ഒരു നായകൻ്റെ എൻട്രി പോലെയാണ് ഒരു സിനിമ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ അദ്ദേഹം പറയണം. അപ്പോൾ ആ അത്തരത്തിലുള്ള സ്തുതിപ്പ് എന്തിനാണെന്ന് ചോദിക്കണം. പക്ഷെ ഇവിടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്തുതിപ്പ് പഴയ നിയമം മുതലേ ഉണ്ട് എന്ന് വിശുദ്ധ ഗ്രന്ഥം വായിക്കേണ്ട പോലെ വായിച്ചാൽ നമുക്കറിയാം. ഇനി അദ്ദേഹം എന്താണ് ലക്ഷ്യം വെച്ചതെന്നൊന്നും എനിക്കറിയില്ല. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മളിലേക്കും അല്ലെങ്കിൽ ഈ കാര്യത്തിലേക്കും വരാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ സ്തുതിപ്പ് അങ്ങനെ അവഗണിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം. മനസ്സിലായോ? ഈ കാര്യം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? സ്തുതിപ്പ് അങ്ങനെ അവഗണിക്കാൻ പറ്റണതോ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടതോ അല്ല. മനസ്സിലായോ? അത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ അപ്പോൾ എന്താണ് കാര്യം? എന്തുകൊണ്ടാണ് അത് മാറ്റി നിർത്താൻ പറ്റില്ല, അവഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാ രൂപമാണ് സ്തുതിപ്പ എന്നതുകൊണ്ടാണ് അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കണം എൻ്റെ നിങ്ങളെ. മനസ്സിലായ? ഇതിപ്പോൾ ആ ഒരു സെൻറ്റൻസിനെ മാത്രം കൊടുത്ത് ഈ 10 മിനിറ്റോളം പറഞ്ഞത് ഞാൻ 10 മിനിറ്റൊന്നും പറയാൻ ഉദ്ദേശിച്ച് നിന്ന ആളല്ല. മനസ്സിലായ? പക്ഷെ അതങ്ങനെ പറയാൻ തോന്നുകയാണ്. മനസ്സിലായ? പിന്നെ അടിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് വായിക്കട്ടെ. ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാ രൂപമാണ് സ്തുതിപ്പ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു വചനവും കൂടി നിങ്ങൾ വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 11:25 വായിച്ചേ. 11 ലൈല ചേച്ചി തന്നെ വായിച്ചോ. 11:25 വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വചനം മാത്രം ലൈല ചേച്ചി എടുത്ത് വായിച്ചു. അപ്പോൾ അത് ഒന്ന് വായിച്ചേ. ആ വചനത്തിൽ അവിടെ എന്താണ് പറയണേന്ന് നോക്കി. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. യേശു ഉദ്ഘോഷിച്ചു, സർപ്പത്തിന്റെ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറത്ത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കണ്ടോ? ഇപ്രകാരമായിരുന്നു മതി ആ 11:25 മാത്രം വായിച്ചാൽ മതി. കണ്ടോ അല്ലേ? ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ആരാ പറയണേ? ഈശോ പറയാണ്. മനുഷ്യാവതാരം എടുത്ത് വന്നിരിക്കുന്ന ഈശോ പിതാവിൻ്റെ അടുത്ത് പറയാണ്, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ കൂടുതൽ അതിനൊന്നും കൂടി ഞാൻ അതിനെ അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ആ വചനം. ഒന്നും കൂടി ആ വചനം എടുത്ത് പറഞ്ഞു. മനസ്സിലായോ നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം? യേശു വരെയും പിതാവിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്കെന്തുകൊണ്ട് സ്തുതിച്ചുകൂടാ? മനസ്സിലാവുണ്ടോ? ഞാനൊന്നും കൂടി വായിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടക്കുറവ് വരുമെന്ന് എനിക്കറിയില്ല. ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാ രൂപമാണ് സ്തുതിപ്പ്. എന്നിട്ട് അവിടെ 19-ാം സങ്കീർത്തനം അവിടെ നമുക്ക് കോട്ട് ചെയ്യാം. ഈ പറഞ്ഞ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം കോട്ട് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് നാം അടിയിലേക്ക് പോവാണ്. അത് ദൈവത്തെ അവിടുത്തെ പ്രതി മാത്രം പ്രകീർത്തിക്കുന്നു.
അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ 19-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണാം. എന്ത്? അത് ദൈവത്തെ അവിടുത്തെ പ്രതി മാത്രം പ്രകീർത്തിക്കുന്നു എന്നുള്ളത്. ദൈവം എന്തു ചെയ്യുന്നു എന്നതിനപ്പുറം കണ്ടോ, ദൈവം എന്തു ചെയ്യുന്നു എന്നതിനപ്പുറം സത്യത്തിൽ എന്താ ദൈവം ചെയ്യണേ, എന്താ ചെയ്യണേ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? അവൻ സൃഷ്ടിച്ച സകല സൃഷ്ടിചരാചരങ്ങളെയും അവൻ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? എന്നാലും നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? അവൻ സൃഷ്ടിച്ച സകല സൃഷ്ടിചരാചരങ്ങളെയും, മനുഷ്യനെ മാത്രമല്ല, അവൻ സൃഷ്ടിച്ച സകല സൃഷ്ടിചരാചരങ്ങളെയും അവൻ എന്ത് ചെയ്യുന്നു? പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം എന്തു ചെയ്യുന്നു എന്നതിനപ്പുറം. അപ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിയതാണ് കേട്ടോ. ദൈവം എന്ത് ചെയ്യുന്നു എന്ന് ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിലും ഉടനെ ഇങ്ങനെ വന്നാണ്, ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെയും അവൻ പരിപാലിക്കുന്നു എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയണപ്പോൾ. അപ്പം അത് എൻ്റെ ഒരു ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളായിട്ട് നിങ്ങൾ എടുത്താൽ മതി അതിനെ. ദൈവം എന്തു ചെയ്യുന്നു എന്നതിനപ്പുറം അവിടുന്ന് ആകുന്നു എന്ന കാരണം മുൻനിർത്തി. അപ്പോൾ ഞാനാകുന്നു അല്ലേ, ഞാനാകുന്നവനാകുന്നു എന്ന് മോശയോടൊക്കെ പറഞ്ഞു. അത് മറ്റൊരു പഠന വിഷയമാണ്, അതിലേക്ക് നമ്മൾ പോകും. പക്ഷെ ഇപ്പോൾ അപ്പോൾ അതിൻ്റെ സൈഡ് കണ്ണികയുണ്ട് 213. അതിലേക്ക് പോകുമ്പോൾ ഈ ഞാനാകുന്നവനാകുന്നു എന്നുള്ള ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുക. അതിന് എന്താണ് ഞാൻ ആകുന്നവൻ ആകുന്നു എന്നൊക്കെ അല്ലെങ്കിൽ ദൈവം പറഞ്ഞത്? ഈശോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈശോ മനുഷ്യാവതാരം എടുത്ത് അവൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ അവൻ പറഞ്ഞു ഞാനെന്നൊക്കെ പറയാനുണ്ട്. എന്താണ് ഈ ഞാൻ തന്നെ? അപ്പം അത് ഈ ഞാനും ഈ പറയണ ഞാനും ഈ പഴയ നിയമത്തിൽ ഞാനാകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞ ആ ഞാനാകുന്നു തമ്മിൽ എന്താണ് ബന്ധം? അപ്പം അതിലോട്ടൊക്കെ നമ്മൾ വരും. അപ്പോൾ തൽക്കാലം ഇപ്പം നമ്മളിത് ഇങ്ങനെ വായിച്ചു പോവാണ്. അപ്പോൾ എന്താണ്? ദൈവം എന്ത് ചെയ്യുന്നു എന്നതിനപ്പുറം അവിടുന്ന് ആകുന്നു എന്ന കാരണം മുൻനിർത്തിയുള്ള പുകഴ്ത്തലാണത്. എന്താണ്? അവിടുന്ന് ആകുന്നു എന്ന കാരണം. എന്താണ് കാരണം? അവിടുന്ന് ആകുന്നു എന്ന കാരണം മുൻനിർത്തി. എന്താണ് കാരണം? അവൻ ദൈവമാണെന്ന്. മനസ്സിലായോ? ദൈവമാണ് അവിടുന്ന്, അതാണ് കാരണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം എന്ത് ചെയ്യുന്നു എന്നതിനപ്പുറം അവിടുന്ന് ആകുന്നു എന്ന കാരണം മുൻനിർത്തിയുള്ള പുകഴ്ത്തലാണത്. ഏത്? ഈ സ്തുതിപ്പ് എന്ന പ്രാർത്ഥന. സ്തുതിപ്പ് എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞു പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് ആകുന്നു എന്ന കാരണം മുൻനിർത്തി. അപ്പം എന്താണ് കാരണം? ആകുന്നു എന്ന കാരണം അവിടുന്ന് ദൈവമാണെന്ന്. മനസ്സിലായോ? അതാണ് കാരണം. മനസ്സിലായോ? അപ്പം അവിടുന്ന് ആകുന്നു എന്ന കാരണം മുൻനിർത്തിയുള്ള പുകഴ്ത്തലാണത്. ദൈവത്തെ ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇനി ശ്രദ്ധിക്കണം. ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുൻപ് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണേ. ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകാത്തൊരു കാര്യമാണത്. അപ്പോൾ ശ്രദ്ധിക്കാതിരുന്നാൽ പോയി. മനസ്സിലായോ? അപ്പോൾ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുൻപ് വിശ്വാസത്തിൽ സ്നേഹിക്കുന്ന നിർമ്മല ഹൃദയരുടെ അനുഗ്രഹീതമായ സൗഭാഗ്യത്തിൽ അത് പങ്കുചേരുന്നു. എന്ത്? ഈ സ്തുതിപ്പ് പങ്കുചേരുന്നു എന്ന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ വായിച്ച കാര്യം വല്ലതും മനസ്സിലായോ നമുക്ക്? ഞാനൊന്നും കൂടിയും പറയാൻ പോണേണ്. ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുൻപ് വിശ്വാസത്തിൽ സ്നേഹിക്കുന്ന നിർമ്മല ഹൃദയരുടെ അനുഗ്രഹീതമായ സൗഭാഗ്യത്തിൽ അത് പങ്കുചേരുന്നു. ഇനി ഞാനതിനെ മുറിക്കാൻ പോണേണ്. എങ്ങനെയാണ്? ദൈവത്തെ ആരാണോ ഓഡിയോ ഓൺ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഓഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. ലൈല ചേച്ചിയാണ്. അപ്പോൾ എന്താണ്? അപ്പം ഞാനതിനെ മുറിച്ച് പറയാൻ പോണേണ്. ഇനി എന്താണ്? ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുൻപ് ഒന്നാമത്തെ കാര്യം, ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുൻപ് ഒന്നാമത്തെ കാര്യം. അത് നിങ്ങളും എണ്ണനോട്ടോ, വിരലുകൊണ്ട് എണ്ണണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? വിശ്വാസത്തിൽ സ്നേഹിക്കുന്ന നിർമ്മല ഹൃദയരുടെ രണ്ടാമത്തെ കാര്യം എന്താണ്? വിശ്വാസത്തിൽ സ്നേഹിക്കുന്ന നിർമ്മല ഹൃദയർ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്?
അനുഗ്രഹീതമായ സൗഭാഗ്യത്തിൽ പങ്കുചേരുന്നു. 3 ഇതായിട്ട് ആ സെൻറ്റൻസിനെ 3ആയിട്ട് ഞാൻ ഭാഗിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ 3ആയിട്ട് മുറിച്ചു. അപ്പം 3 പോയിന്റുകളാണ്. ഒന്നെന്താണ്? ദൈവത്തെ വിശ്വാസത്തിൽ ദർശിക്കുന്നതിന് മുൻപ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? വിശ്വാസത്തിൽ സ്നേഹിക്കുന്ന നിർമ്മല ഹൃദയരുടെ. 2. മൂന്നാമത്തെ കാര്യം എന്താണ്? സൗഭാഗ്യത്തിൽ അത് പങ്കുചേരുന്നു, അനുഗ്രഹീതമായ സൗഭാഗ്യം. അപ്പം എന്താണ് ഇവിടെ എഴുതിയിരിക്കണേ എന്നുള്ളതാണ്. ആ വാക്ക് മാത്രം ആണോ? ആ വാക്കിൻ്റെ ഉള്ളിൽ എന്താണ് അടങ്ങിയിരിക്കണേ? അപ്പോൾ അതിനെ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് മറ്റൊരു ഗണ്ണികയും കൂടി ഉണ്ട്. മറ്റൊരു ഗണ്ണിക, ഈ സൈഡ്, ഇതിൻ്റെ സൈഡ് ഗണ്ണിക അല്ല, അതുകൂടാതെ മറ്റൊരു ഗണ്ണികയുണ്ട്. അതിലേക്ക് പോകണേക്ക് മുന്നേ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ വിശ്വാസത്തിൽ ദർശിക്കുന്നതിന് മുൻപെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുൻപ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുക? നമ്മുടെ മരണാനന്തര ശേഷമാണ്, അല്ലേ? നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കടക്കുന്ന ആ ഭാഗത്തെയാണ്. ഇപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ കാണുന്നു, അന്ന് നമ്മൾ മുഖാഭിമുഖം, കേൾക്കണ്ടോ നിങ്ങൾ? മുഖാഭിമുഖം ദർശിക്കുന്നു. പൗലോസ് അപ്പോസ്തലനിലൂടെ ഒരു വചനം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലേ? കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിലോട്ടൊക്കെ വരാം. അപ്പം പറഞ്ഞാൽ മനസ്സിലായി, വിശ്വാസത്തിൽ ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുൻപ്. അപ്പോൾ നമ്മുടെ മരണാനന്തര ശേഷമുള്ള നമ്മുടെ നിത്യതയിലേക്ക് കടന്നതിന് ശേഷം ആ ദൈവവുമായിട്ടുള്ള ആ കൂടിക്കാഴ്ച അവസ്ഥയാണ് വിശ്വാസത്തിൽ ദർശിക്കുന്നതിന് മുമ്പ് തന്നെയാണല്ലോ വായിൽ പറഞ്ഞേ. ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുൻപ്. അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തത് എന്താണ്? വിശ്വാസത്തിൽ സ്നേഹിക്കുന്ന നിർമ്മല ഹൃദയർ. അപ്പോൾ ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായം, അല്ലേ? സുവിശേഷ ഭാഗ്യങ്ങൾ, മലയിലെ പ്രസംഗം, ആ ഭാഗത്ത് 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞു. വിശ്വാസത്തിൽ സ്നേഹിക്കുന്ന നിർമ്മല ഹൃദയം. അതിപ്പോൾ നമ്മുടെ എല്ലാം അവസ്ഥയാണ് ഒരു ഭാഗത്ത്. മനസ്സിലായോ? നമ്മളെക്കുറിച്ച് കൂടിയാണത്. വിശ്വാസത്തിൽ സ്നേഹിക്കുന്ന നിർമ്മല ഹൃദയരുടെ അനുഗ്രഹീതമായ സൗഭാഗ്യത്തിൽ അത് പങ്കുചേരുന്നു. അനുഗ്രഹീതമായ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഞാൻ പറഞ്ഞ, ഇപ്പം എൻ്റെ മരണത്തിന് ശേഷമുള്ള ആ മരണാനന്തര ജീവിതം, ദൈവത്തോടൊത്തുള്ള മരണാനന്തര ജീവിതം, അതാണ് അനുഗ്രഹീതമായ സൗഭാഗ്യം. ആ സൗഭാഗ്യത്തിൽ പങ്കുചേരുന്നു. എന്ത് പങ്കുചേരുന്നു? ഈ സ്തുതിപ്പ്. അതായത് സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജി ആണ് കുർബാന, വിശുദ്ധ കുർബാന. ആ കുർബാനയിൽ മുഴുവനും മാലാഖമാരും സകല വിശുദ്ധരും എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? മനസ്സിലായോ? ഈ കർത്താവിന് എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? മനസ്സിലായോ? അപ്പം ഇതൊക്കെ വാക്കുകൾ കൊണ്ട് പറയുക എന്നുള്ളതേ, പറഞ്ഞു വെക്കുക എന്നുള്ളത്, അതിനല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അറിവ് വേണം. അറിവൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇനി ഒന്നും കൂടി കാര്യം അതിൻ്റെ വ്യക്തതയിലേക്ക് വരണമെങ്കിൽ 163 ഇത് വിടരുത്, ഈ പേജ് വിടരുത്. 163-ാമത്തെ ഖണ്ഡിക എടുത്തേ. 163 163-ാമത്തെ ഖണ്ഡിക എടുത്തേ. ഇത് വിടരുത്. ഇതിവിടെ അടയാളം വെക്കുകയോ ഇത് കൈകൊണ്ട് പിടിക്കുകയോ ചെയ്യുക. തിരിച്ചിവിടെ തന്നെ വരും, ഇപ്പം തന്നെ വരും. അപ്പോൾ 213 എടുത്തേ. 213 അല്ല, അത് 213 സൈഡ് ഖണ്ഡികയാണ്. അതിൻ്റെ പറഞ്ഞത് ഞാൻ തെറ്റിപ്പോയി. 213-ാമത്തെ ഖണ്ഡിക അല്ല, എന്നാണ് 163-ാമത്തെ ഖണ്ഡിക ഒന്ന് എടുത്തേ. അപ്പം ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഇവിടെ ഒന്നും കൂടി ഒന്ന് നമുക്ക് ഉറപ്പിക്കണ ഒരു സംവിധാനം ഇവിടെ എഴുതിയിട്ടുണ്ട്. എടുത്തോ, എല്ലാവരും എടുത്തോ. ഞാൻ വായിക്കാൻ പോണേണ്. കിട്ടിയില്ലെങ്കിൽ പറയണം കേട്ടോ. കിട്ടിയില്ലെങ്കിൽ മടി വിചാരിക്കരുത്, പറയണേ. കാരണം അത്
ഞാനിവിടെ വായിക്കുമ്പോൾ അല്ലേ, നമ്മളെല്ലാവർക്കും CCC മേടിക്കണം എന്ന് പറയണതിൻ്റെ ഒരു ഉദ്ദേശമൊന്നുമല്ല. മുഴുവൻ ഉദ്ദേശം എന്താണ്? ഞാനിവിടുന്ന് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എന്തുണ്ടാകണം? ഇവിടെ നിന്ന് ഒരാൾ വായിക്കണു, അപ്പോൾ അത് കേൾക്കുന്ന ആൾ എന്ത് ചെയ്യണം? അപ്പം ഞാനതിനിങ്ങനെ 3 രീതിയിൽ ഞാൻ പറയും അല്ലേ. ഞാനിവിടുന്ന് വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ മറ്റൊരാൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അതിൽ ആ വാക്കുകളിൽ കണ്ണോടിക്കുക. ഒരു കാര്യം കണ്ണോടിക്കണം, രണ്ടാമത്തെ കാര്യം വിരലോടിക്കണം, മൂന്നാമത്തെ കാര്യം ഹൃദയം ഓടിക്കണം. എന്തൊക്കെയാണ്? കണ്ണോടിക്കുക, വിരലോടിക്കുക, ഹൃദയം ഓടിക്കുക. അതിനാണ് ഈ പുസ്തകം സ്വന്തമായിട്ട് മേടിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മുടെ ഈ ഒരു പാത ഈ പുസ്തകം മാത്രമല്ല, അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും വേണ്ടി വരും. അപ്പോൾ അതെല്ലാം സ്വന്തമായിട്ട് വേണമെന്ന് പറയണതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്താണ്? നമ്മളിവിടെ നിന്ന് ഒരാൾ വായിക്കുമ്പോൾ അത് എന്താണ്? അതിൽ കണ്ണോടിക്കുക, വിരലോടിക്കുക, പിന്നെന്താണ്? ഹൃദയം ഓടിക്കുക. അപ്പോഴാണ് നമുക്കതിലേക്ക് കടക്കാൻ പറ്റുക. ഇപ്പോൾ ഒരു കാര്യം ഓർമ്മ വരാണ്. ഒരു കൂട്ടായ്മയിൽ ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞേ, ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവർ പറഞ്ഞു, അതിപ്പോൾ കണ്ണനിപ്പോൾ അവിടെ ഇരുന്ന് ഇതൊക്കെ വായിക്കണുണ്ട്, അതിലിപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് ആർക്കറിയാം, മനസ്സിലാവണ്ടോ? അപ്പം അതുകൊണ്ട് ഞാനപ്പോൾ അവർക്ക് കൊണ്ട് ഇത് കൊടുത്തു, CCC കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാനത് കാണാതെ ഞാനവിടെ എൻ്റെ CCC അവരുടെ കയ്യിലാണല്ലോ, അപ്പം ഞാനിട്ട് കാണാതെ അത് അവിടെ നിന്ന് പറഞ്ഞു ആ പാരഗ്രാഫ്, ആ ഖണ്ഡിക കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണാതെ പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ. അപ്പം ഓക്കെ, അവരൊരു തമാശ രൂപത്തിൽ ആയിരിക്കണം എന്ന് അങ്ങനെയാണ് പിന്നീട് അത് അവതരിപ്പിച്ചത്. എന്ത് ആയിക്കോട്ടെ, ഞാൻ സീരിയസ് ആയിട്ട് എടുത്തത്, മനസ്സിലായോ? അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ ഇതിലെഴുതിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ അതൊരു കാര്യം. അപ്പം നമ്മൾ വിട്ടിട്ടില്ല. ഇപ്പം എന്താണ്? ദൈവത്തെ മഹത്വത്തിൽ ഇപ്പം ഞാനിവിടെ അല്ല വായിക്കണേ, നമ്മൾ നേരത്തെ വായിച്ച അതിനൊന്നും കൂടി ഞാൻ അവിടെ നോക്കാതെ എടുത്ത് പറയാണ്. എന്താണ്? വിശ്വാസത്തിൽ ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുൻപ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? വിശ്വാസത്തിൽ സ്നേഹിക്കുന്ന നിർമ്മല ഹൃദയരുടെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണ്? അനുഗ്രഹീതമായ സൗഭാഗ്യത്തിൽ അത് പങ്കുചേരുന്നു. എന്താണ് പങ്കുചേരണേ? ഈ സ്തുതിപ്പ്. ആ അർത്ഥത്തിലാണ് സകല അല്ലേ ആമുഖ ശുശ്രൂഷ എന്താണ് നമ്മൾ കുർബാനയിൽ നമ്മൾ ലത്തീനാരാധനക്രമത്തിലാ എന്താണ്? അതെ ഞാൻ വരാം, അതിലോട്ട് വരാം. വേറൊരു കാര്യം എന്താണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാനിത് വായിക്കാമെന്ന വിശ്വാസം നിത്യജീവൻ്റെ സമാരംഭം. ഇതിൻ്റെ ഹെഡ്ലൈൻ കണ്ടോ? 163 ഖണ്ഡിക. വിശ്വാസം നിത്യജീവൻ്റെ ആരംഭം, സമാരംഭം. മനസ്സിലായോ? വിശ്വാസം നിത്യജീവൻ്റെ സമാരംഭം. ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ കണ്ടോ, ഈ ഭൂമിയിലെ തീർത്ഥാടനം. അപ്പോൾ അതിനെ സഭ എന്താ വിളിക്കണേ? ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിന് എന്താ വിളിക്കണേ? കത്തോലിക്കര് ചെയ്യുന്ന ഈ ഭൂമിയിലെ തീർത്ഥാടനത്തെ എന്താ വിളിക്കണേ? സമരസഭയെന്ന് വിളിക്കും, സമരസഭ. അപ്പോൾ ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ, അപ്പോൾ ഈ സമരസഭയിലുള്ള ആൾക്കാരുടെ ലക്ഷ്യം എന്താണ്? കണ്ടോ, ഇങ്ങനെയാണ് CCC പഠിക്കേണ്ടതെന്ന് പറയാം. ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യമായ സൗഭാഗ്യ ദർശനം, അതാണ് നിത്യത. ബിയാറ്റിഫിക് വിഷൻ എന്നവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് ഞാൻ വായിച്ചെങ്കിലും ബാക്കി അർത്ഥമൊക്കെ നിങ്ങൾ അവിടെ നോക്കി കണ്ടുപിടിച്ചാൽ മതി. ബിയാറ്റിഫിക് വിഷൻ എന്ന്, മനസ്സിലായോ? അപ്പോൾ ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? സമരസഭയിലുള്ള ആൾക്കാരുടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം മുഴുവൻ സൗഭാഗ്യ ദർശനമാണ്, അനുഗ്രഹീതമായ സൗഭാഗ്യം. ആ സൗഭാഗ്യമാണ് മറ്റൊരു വാക്ക് നിത്യത, ദൈവവുമായിട്ട് മുഖാഭിമുഖം കാണുന്ന അവസ്ഥ. ആ ദിവസത്തെയാണ് പറയുന്നത്. അപ്പോൾ സൗഭാഗ്യ ദർശനത്തിൻ്റെ ബിയാറ്റിഫിക്കേഷൻ എന്നും പറഞ്ഞാൽ അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിരുന്നു. സന്തോഷവും പ്രകാശവും, ശ്രദ്ധിക്കണം കേട്ടോ, സന്തോഷവും പ്രകാശവും
കണ്ടോ, ഈ കിട്ടാനിരിക്കുന്ന നിത്യതയുണ്ടല്ലോ, ഈ സമരസഭയിലുള്ളവർക്ക് കിട്ടാനിരിക്കുന്ന നിത്യതയുണ്ടല്ലോ, അതിൻ്റെ സന്തോഷവും പ്രകാശവും ഒരു വാക്കവിടെ വന്നേക്കണുണ്ടോ? ഞാനിങ്ങനെ വായിക്കട്ടെ, സന്തോഷവും പ്രകാശവും അനുഭവിക്കാൻ എന്ന് ആയിരുന്നെങ്കിൽ അതിൻ്റെ പൂർണ്ണത കിട്ടുമോ? അതിൻ്റെ ഇടയിൽ ഒരു വാക്ക് കണ്ടോ നിങ്ങൾ? മുൻകൂട്ടി അനുഭവിക്കാൻ. കണ്ടോ, മുൻകൂട്ടി അനുഭവിക്കാൻ, മുൻകൂറായിട്ട്. അതായത് നമ്മൾ മരണാനന്തര ശേഷമുള്ള നിത്യതയിലേക്ക് കടക്കുന്ന നമ്മുടെ ആ ദൈവത്തോടൊപ്പമുള്ള ജീവിതാവസ്ഥയെ അത് നമുക്ക് അനുഭവിക്കുന്നത് ഇവിടത്തെ വെച്ച് തന്നെ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. എങ്ങനെ അനുഭവിക്കാൻ പറ്റും? വിശ്വാസത്തിലൂടെ. അതാണ് വിശ്വാസം നിത്യജീവന്റെ ആരംഭം എന്ന് പറഞ്ഞത്, തുടക്കം എന്ന് പറയണത്. വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ ആയിരിക്കാൻ പറ്റും. അതിന് സ്വർഗത്തിൽ പോകണ്ട. മനസ്സിലായോ? മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒന്നല്ല സ്വർഗം. തീർച്ചയായിട്ടും മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി മറ്റൊരു വശമുണ്ട്. മറ്റൊരു വശമുണ്ട്. എന്താണ്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സ്വർഗത്തിൻ്റെ, ഈ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടാനിരിക്കുന്ന സ്വർഗത്തിൻ്റെ ഒരു മുൻ അനുഭവം നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടണത് എങ്ങനെയാ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയശുദ്ധി ഉണ്ടാവണം, വിശുദ്ധിയുടെ ജീവിതം ഉണ്ടാവണം, ഒപ്പം വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസത്തിലൂടെ നമ്മളിനി കാണാനിരിക്കുന്ന സ്വർഗത്തെ നമ്മൾ ഇന്നിവിടെ കാണുകയും അനുഭവിക്കുകയും ചെയ്യാൻ പറ്റും. അതാണ് വിശുദ്ധ കുർബാനയിലൂടെ എല്ലാ ദിവസവും സംഭവിക്കണേ. അപ്പം പറയണത്, എനിക്ക് ഈ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ ക്ഷമിക്കണം. നിങ്ങൾ ഇതെങ്ങനെയൊക്കെ പറഞ്ഞാലാണ് നമുക്കൊന്ന് മനസ്സിലാവണേ. പരിമിതിയാണ്, വാക്കുകളുടെ അപൂർണത നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വാക്കുകളുടെ അപൂർണത. മനസ്സിലായോ? അപ്പം ഞാനിനി ഒന്നും കൂടി വായിക്കട്ടെ. ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യമായ സൗഭാഗ്യ ദർശനത്തിൻ്റെ സന്തോഷവും പ്രകാശവും മുൻകൂട്ടി അനുഭവിക്കാൻ ശ്രദ്ധിക്കണേ. ആ മുൻകൂട്ടി എന്നുള്ള വാക്കില്ലായിരുന്നെങ്കിലോ അവിടെ പോയില്ലേ? പിന്നെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ മുൻകൂട്ടി എന്നുള്ള വാക്ക് അവിടെ കൊണ്ടുവന്നേക്കണം. കണ്ടോ, മുൻകൂട്ടി അനുഭവിക്കാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. എന്തൊരു വാക്കുകളാണല്ലോ ഇവിടെ എഴുതി വച്ചിരിക്കണേ. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ആഴത്തിലേക്ക് ഗ്രാഹ്യം കിട്ടുന്നുണ്ടോ? മുൻകൂട്ടി അനുഭവിക്കാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. മുൻകൂട്ടി അനുഭവിക്കാൻ. അതാണ് ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുൻപ് വിശ്വാസത്തിൽ സ്നേഹിക്കുന്ന നിർമ്മല ഹൃദയരുടെ. കണ്ടോ, ഇപ്പം ആ സെൻറ്റൻസ് ഒക്കെ ഇവിടെ കോർത്തിണക്കി കൊടുത്താൽ മതി. നിങ്ങൾ പറയണ മനസ്സിലാവുണ്ടോ? നമ്മെ പ്രാപ്തരാകുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തെ മുഖാഭിമുഖം അവിടുന്ന് ആയിരിക്കുന്നത് പോലെ കാണും. കണ്ടോ, അപ്പോൾ നമ്മൾ ദൈവത്തെ മുഖാഭിമുഖം അവിടുന്ന് ആയിരിക്കുന്നത് പോലെ കാണും. എന്നിട്ട് ആ 47 ഇട്ടേക്കണുണ്ടോ? അപ്പോൾ അതിൻ്റെ ഫുട് നോട്ടിൽ നോക്കിയാൽ കാണാം ഈ വചനം എവിടെയാണ് പറഞ്ഞേക്കണേ. 1 കൊരിന്തോസ് 13:12. ഇപ്പോൾ ആ വചനം എടുക്കണ്ട, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതൊക്കെ നോട്ട് ചെയ്യുക. ഈ എടുക്കണ്ട എന്ന് പറയണത് നമുക്ക് സമയം ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു ഇത് ചെയ്യണോണ്ടിട്ടാണ് ഈ എടുക്കണ്ട എന്നൊക്കെ പറയണേ കേട്ടോ. അല്ലാണ്ട് എനിക്കിപ്പോൾ ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ നമുക്കത് പോരായ്മ ഉണ്ടായിട്ടൊന്നുമില്ല. എനിക്കതൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നെ പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതൊരു നിശ്ചിത സമയത്താണല്ലോ നമ്മളിത് ചെയ്ത് തീർക്കണേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മനസ്സിലായോ? 47 എന്നുള്ളത് ആ ഫുട് നോട്ടിൽ നോക്കി. 1 കൊരിന്തോസ് 13:12 ഈ മുഖാഭിമുഖം ദർശിക്കുന്ന ആ വചനഭാഗമൊക്കെ അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വചനത്തിൽ ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാനൊന്നും അങ്ങനെ വിശ്വാസം ഇപ്പോൾ തന്നെ നിത്യജീവൻ്റെ ആരംഭം കുറിക്കുന്നു. കണ്ടോ,
ആ ഖണ്ഡിക അവസാനിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ വിശ്വാസം ഇപ്പോൾ തന്നെ, എപ്പോൾ തന്നെ, ഈ തീർത്ഥാടന അവസ്ഥയിൽ, ഈ ജീവിതത്തിൽ, ഈഹലോക ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ വിശ്വാസം ഇപ്പോൾ തന്നെ നിത്യജീവൻ്റെ ആരംഭം കുറിക്കുന്നു. കണ്ടോ? അപ്പം അതൊന്ന് ആലോചിച്ച് നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കിപ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാവണേ. നിങ്ങൾക്ക് മനസ്സിലായോ എന്തെങ്കിലും? ഇപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിക്കണതേ നിത്യജീവൻ അല്ലേ, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ആരംഭിക്കുന്ന ഒന്നല്ലേ നിത്യജീവൻ, നിത്യത. ആണോ അല്ലയോ? ആണോ അല്ലയോ? പക്ഷെ ഇവിടെ എഴുതിയേക്കണം, നിങ്ങൾ കണ്ടോ? അങ്ങനെ വിശ്വാസം ഇപ്പോൾ തന്നെ നിത്യജീവൻ്റെ ആരംഭം കുറിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്നെനിക്കറിയില്ല. മനസ്സിലായാലും അല്ലെങ്കിലും ഞാനത് പറയാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഈ ലോകത്തിലായിരിക്കണ അവസ്ഥയിൽ തന്നെ നിത്യജീവൻ്റെ ആരംഭം ഈ വിശ്വാസ ജീവിതത്തിലൂടെ നമ്മൾ കുറിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായോ? ആ ഒരു അവസ്ഥ, അതെന്താണ്? അങ്ങനൊരു അവസ്ഥ അല്ലേ? അപ്പം എനിക്ക് പുതിയൊരു അറിവാണ് ഇപ്പോൾ ഇത്. ഞാൻ എത്ര നാൾ മുമ്പ് ഇത് നോക്കിയേ, എൻ്റെ CCC നിങ്ങൾ നോക്കിയേ, ഇങ്ങനെയൊക്കെയാണ് വരച്ചിട്ടേക്കണേ. ഇത് 10-11 വർഷത്തോളമായി ഇതിപ്പോൾ ഇങ്ങനെ വരച്ചിട്ടിരിക്കണേ. പക്ഷെ ഇന്നാണ് എനിക്ക് ഈ ഖണ്ഡികയുടെ ഈ അവസാന ഭാഗം എന്നെ കൂടുതൽ പ്രകാശിപ്പിക്കണേ. കണ്ടോ? ഇതാണ് പറഞ്ഞത്. ഞാൻ പഠിപ്പിക്കാമെന്ന ആളല്ല. ഞാൻ ഒരാളോട് ഇത് പറയുമ്പോൾ ഞാനും പഠിച്ചുകൊണ്ടിരിക്കണേണ്. ഞാൻ അധ്യാപകനല്ല, ഞാനും നിങ്ങളെപ്പോലെ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? കണ്ടോ? ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ വേറൊരു തലത്തിലേക്ക് വരണത്. നിത്യജീവൻ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, നമുക്കറിയാമായിരിക്കും. പക്ഷെ അതിൻ്റെ ആ ഒരു ലെവലില്ലേ, ആ ഒരു ലെവല് എത്രത്തോളം ആ ലെവല് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്? വാട്ടർ ലെവലേ എത്രത്തോളം കിട്ടിയിട്ടുണ്ട്? നമുക്കൊരു കാര്യത്തിനെ കുറിച്ചൊരറിവുണ്ട്. പക്ഷെ ആ അറിവിനെക്കുറിച്ച്, ആ കാര്യത്തെക്കുറിച്ചുള്ള അറിവ് എത്രത്തോളം അതിൻ്റെ പരിപൂർണതയിൽ കിട്ടിയിട്ടുണ്ടോ? അല്ല അതിൻ്റെ കാൽഭാഗം, അരഭാഗം, മുക്കാൽ ഭാഗം എത്രത്തോളം? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇത്ര നാളും ഇല്ലാത്തൊരു തരത്തിലുള്ള ഒരവസ്ഥ എനിക്കിത് മനസ്സിലാക്കി തരികയാണ്. ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്, എനിക്കറിയുകയും ചെയ്യാം. പക്ഷെ എന്നാലൊരു പുതുമ വരികയാണ് ഹൃദയത്തിൽ. ഇതാണ് സജീവമായ സഭയുടെ പ്രബോധനം. സജീവം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജീവനുള്ള സഭയുടെ പ്രബോധനം. സഭയുടെ ജീവനുള്ള പ്രബോധനം എന്ന് വിളിക്കാം നമുക്കിതിനേക്ക്. ഒരു ജീവൻ്റെ തുടിപ്പ് വരികയാണ് നമുക്ക് ഇപ്പോൾ. എന്നിട്ട് ആ ഖണ്ഡികയുടെ തന്നെ ചെറിയ അക്ഷരത്തിൽ ഒരു കാര്യവും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടി വായിക്കട്ടെ. വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെ ധ്യാനിക്കുമ്പോൾ ഒരു നാൾ നാം അനുഭവിക്കുമെന്ന് നമ്മുടെ വിശ്വാസം. ശ്രദ്ധിക്കണം കേട്ടോ. വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെ ധ്യാനിക്കുമ്പോൾ ഒരു നാൾ നാം അനുഭവിക്കുമെന്ന്. കണ്ടോ? ഒരു നാൾ നാം അനുഭവിക്കുമെന്ന്. എന്താണ്? ഈ നിത്യതയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു നാൾ നാം അനുഭവിക്കുമെന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറപ്പ് നൽകുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് അനുഭവവേദ്യമാകുന്നു. അത് ഈ തീർത്ഥാടന ജീവിതത്തിലാണ്. മനസ്സിലായോ? ഒരു നാൾ നമ്മൾ അനുഭവിക്കുമെന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറപ്പ് തന്ന അത്ഭുതകരമായ കാര്യങ്ങളെ നമുക്ക് അനുഭവവേദ്യമാകുന്നു. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഇന്ന് ഇവിടെ ഇപ്പോൾ കഴിയുന്നു എന്ന്. കഴിയും എന്നതിനേക്കാൾ ഉപരി കഴിയുന്നു അല്ലേ? അതല്ലേ കൂടുതൽ ബെറ്ററായ വാക്ക്. ഒരു കണ്ണാടിയിലെ പ്രതിഫലനത്തെ ദർശിക്കുന്ന മട്ടിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ മഹാ അത്ഭുതകരമായ കാര്യങ്ങൾ നാം
അനുഭവിച്ചു കഴിഞ്ഞുവെന്ന പ്രതീതിയാണ് നമുക്കുണ്ടാക്കുന്നത്. എന്തുണ്ടാക്കുന്നത്? ഈ വിശ്വാസം. അപ്പം ഇതിൻ്റെയൊക്കെ കാതലെന്താണ്? വിശ്വാസം വേണം. ആ വിശ്വാസത്തിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം ഉത്ഭവം. അപ്പം ഇപ്പോൾ വായിച്ച കാര്യം ആരാ പറഞ്ഞതെന്നറിയോ? ആരാ പറഞ്ഞത്? സെയിൻറ്റ് ബേസിൽ, ബേസിൽ, സെയിൻറ്റ് ബേസിൽ പറഞ്ഞതാണ്. എന്ത്? ഇപ്പോൾ വായിച്ച കാര്യങ്ങൾ, വിശ്വാസത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ തിരിച്ചു വരാം. എന്തിലോട്ട്? 2639 തന്നെ തിരിച്ചു വരാം. 2639 തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇതൊന്ന് ഞാനൊന്നും കൂടി വായിക്കട്ടെ. 2639 തിരിച്ചു വരാം. അതൊന്ന് നോക്കിക്കോ നിങ്ങൾ. ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാരൂപമാണ് സ്തുതിപ്പ്. അത് ദൈവത്തെ അവിടുത്തെ പ്രതി മാത്രം പ്രകീർത്തിക്കുന്നു. ദൈവം എന്തു ചെയ്യുന്നു എന്നതിനപ്പുറം അവിടുന്ന് ആകുന്നു എന്ന കാരണം മുൻനിർത്തിയുള്ള പുകഴ്ത്തലാണത്. ഇനി വായിക്കാൻ പോണത് വായിച്ചിട്ടാണ് നമ്മൾ ഈ 163 പോയത്. അവിടെ അതൊക്കെ വായിച്ചത്. ഇനി അതൊന്നും കൂടി വായിച്ചേ. ആ സെൻറ്റൻസ് ഒന്നും കൂടി നോക്കിയേ നിങ്ങൾ. ദൈവത്തെ മഹത്വത്തിൽ ദർശിക്കുന്നതിന് മുൻപ് വിശ്വാസത്തിൽ സ്നേഹിക്കുന്ന നിർമ്മല ഹൃദയരുടെ അനുഗ്രഹീതമായ സൗഭാഗ്യത്തിൽ അത് പങ്കുചേരുന്നു. മനസ്സിലായോ? ഇപ്പം അത് കുറച്ചും കൂടി ക്ലിയറായോ? ഇനി അത് കഴിഞ്ഞിട്ട് പറയാണ്, അതുവഴി നാം ദൈവ മക്കളാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോടുകൂടെ കൂട്ടുചേരുന്നു. ഉണ്ടോ? പരിശുദ്ധാത്മാവില്ലാതെ ഇല്ലേ യേശു ദൈവമാണെന്ന് പറയാനോ യേശു രക്ഷകനാണെന്ന് പറയാനോ ഒന്നും പറ്റില്ല ആർക്കും. അപ്പം അത് പരിശുദ്ധാത്മാവാണ് അതിൻ്റെ കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവ് വരുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ പ്രവർത്തനത്തിലൂടെയാണ് ഒരാൾക്ക് യേശുവാണ് ദൈവമെന്നും അവനാണ് രക്ഷകനെന്നും പറയാൻ പറ്റുക. മാത്രമല്ല നാം ദൈവമക്കളാണെന്ന് ഒക്കെയുള്ള ബോധ്യത്തിലേക്ക് നമ്മളെത്തുക. അവിടെ അതുവഴി നാം ദൈവമക്കളാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് കൂട്ടുചേരുന്നു. അപ്പോൾ 121 അറിയാലോ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 16-ാമത്തെ വചനമൊക്കെ ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആരിൽ നാം ദത്തെടുക്കപ്പെടുകയും ആരാൽ നാം പിതാവിനെ മഹത്വീകരിക്കുകയും ചെയ്യുന്നുവോ. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ വേറൊരു പോയിന്റും കൂടി വരികയാണ്. എന്താണ്? നമ്മുടെ ആത്മാവിനോട് ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് കൂട്ടുചേരുന്നു എന്ന് പറഞ്ഞു. ഈ ദൈവാത്മാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? പരിശുദ്ധാത്മാവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വായിക്കുകയാണ് നമ്മൾ, ആരിൽ നാം ദത്തെടുക്കപ്പെടുകയും ആരാൽ നാം പിതാവിനെ മഹത്വീകരിക്കുകയും. അപ്പോൾ പിതാവ് എന്ന് പറഞ്ഞ ആ ഭാഗം അല്ലേ, ആ പേര് ഇതും കൂടി വന്നു, പിതാവ്. കണ്ടോ? ദൈവാത്മാവ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് നമ്മൾ വായിച്ചു. പിന്നെ ഇപ്പോൾ വായിച്ചത് എന്താണ്? പിതാവിനെ മഹത്വീകരിക്കുകയും ചെയ്യുന്നുവോ എന്ന്. പിതാവ്. കണ്ടോ? പിതാവ്. ഇനി അത് കഴിഞ്ഞിട്ട് ആ ഏകജാതനെ പറ്റിയുള്ള സാക്ഷ്യമാണത്. കണ്ടോ? അപ്പോൾ ഇവിടെ ത്രിത്വത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ്. ത്രിത്വത്തെക്കുറിച്ച്, അതായത് ദൈവാത്മാവ് എന്ന് പറയുമ്പോൾ അല്ലേ പരിശുദ്ധാത്മാവ്, പിന്നെ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നു, പിന്നെ ഏകജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഏകജാതൻ ആരാണ്? യേശു ക്രിസ്തു. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കണേ? ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കണേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചിരിക്കുകയാണ്. അപ്പം എന്താണ് അങ്ങനെ പരാമർശിച്ചിരിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തുതിപ്പ് ത്രിത്വത്തിൽ അധിഷ്ഠിതമാണ്. ത്രിത്വിക ലക്ഷ്യത്തിൽ ത്രിത്വത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ത്രിത്വത്തിൽ അധിഷ്ഠിതമാണ്, ത്രിത്വത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് അല്ലേ. സ്തുതിപ്പ് മുഴുവനും ത്രിത്വത്തെ ലക്ഷ്യം വെച്ചും ത്രിത്വത്തിൽ അധിഷ്ഠിതവും ആണ്. ത്രിത്വത്തിൽ നിന്നാണ്
അത് ഉത്ഭവിക്കുന്നത് തന്നെ ആ സ്തുതിപ്പ്. അപ്പോൾ സ്തുതിപ്പ് എന്ന് പറയുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനോടുള്ള ആ ഒരു അത് ത്രിത്വിക ദൈവത്തോടുള്ള ലക്ഷ്യം, അതിൻ്റെ എന്താണ്, അതിലധിഷ്ഠിതമാണ്. അതിലേക്കാണ് സ്തുതിപ്പ് ഉണ്ടോ, ഇത് സ്തുതിപ്പ് അല്ലേ. അപ്പോൾ ആ സ്തുതിപ്പ് ആരിലേക്ക് ഉന്മുഖമാക്കപ്പെട്ടിരിക്കുന്നു ഉണ്ടോ, ത്രിത്വിക ദൈവം ഉണ്ടോ, ത്രിത്വിക ദൈവത്തിലേക്ക് ഉന്മുഖമാക്കപ്പെട്ടിരിക്കുന്നു ഈ സ്തുതിപ്പ്. കണ്ടോ കണ്ടോ കണ്ടോ, ത്രിത്വത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ത്രിത്വത്തിൽ അധിഷ്ഠിതമാണ്, ത്രിത്വത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, ത്രിത്വത്തിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളതുമാണ് സ്തുതിപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ത്രിത്വത്തിൻ്റെ പരാമർശം വന്നതുകൊണ്ട് അതിനങ്ങനെ പറഞ്ഞതാണ് ഞാൻ, സാക്ഷ്യമാണത്. സ്തുതിപ്പ് മറ്റു പ്രാർത്ഥനാ രീതികളെയും ആശ്ലേഷിക്കുന്നു ഉണ്ടോ, സ്തുതിപ്പ് മറ്റു പ്രാർത്ഥനാ രീതികളെയും ആശ്ലേഷിക്കുന്നു. അപ്പോൾ അതാണ് സ്തുതിപ്പ്. എന്തുകൊണ്ടാണ് മറ്റു പ്രാർത്ഥനാ രീതികളെയും ആശ്ലേഷിക്കുന്നു എന്ന് പറഞ്ഞത്? നമ്മൾ ഈ ഖണ്ഡികയുടെ ആദ്യം തന്നെ വായിച്ചു. എന്താണ്? ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാ രൂപമാണ് സ്തുതിപ്പ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ രൂപം മറ്റു പ്രാർത്ഥനാ രീതികളെയും ആശ്ലേഷിക്കുന്നത്. മനസ്സിലായോ? ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു പ്രാർത്ഥനാ രീതികളെ ആശ്ലേഷിക്കുന്നത് ഈ സ്തുതിപ്പ്? ഈ പ്രാർത്ഥനാ രൂപം മറ്റു പ്രാർത്ഥനാ രൂപങ്ങളെ മുഴുവൻ ആശ്ലേഷിക്കുന്നു എന്ന് പറഞ്ഞത് എന്താ? സ്തുതിപ്പ് എന്ന് പറഞ്ഞ പ്രാർത്ഥനാ രൂപം ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാ രൂപമാണ്. അതുകൊണ്ടാണത്, അതുകൊണ്ട് മാത്രമാണത്. മനസ്സിലായോ? അതിൻ്റെ ഉറവിടവും ലക്ഷ്യവും കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഉറവിടം ലക്ഷ്യവും ആയുള്ളവനിലേക്ക് അവയെ നയിക്കുകയും ചെയ്യുന്നു. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ ഏകദൈവമായ പിതാവിലേക്ക്. 122 1 കൊരിന്തോസ് 8-ാം അധ്യായം 6-ാമത്തെ വചനമൊക്കെ അവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ 8 അതൊന്ന് വായിച്ചേ. വായിക്കുമോ? ആരെങ്കിലും എടുത്ത് വായിക്കുമോ? ഞാൻ വായിക്കണോ? സമയം കളയരുത്. എന്നിട്ടോടെ നമുക്ക് അടുത്ത ഖണ്ഡികയിലേക്ക് പോവാൻ. ഞാൻ വായിക്കണോ? കൊരിന്തോസ് 8-ാം അധ്യായം. നമുക്കൊരു ദൈവമേ ഉള്ളൂ, പിതാവ്. അവനിൽ നിന്നാണ് എല്ലാം, നാം ആകട്ടെ അവനിലേക്കും. ഒരു കർത്താവിനേ ഉള്ളൂ, യേശു ക്രിസ്തു. അവൻ വഴിയാണ് എല്ലാം, നാമും അവൻ വഴിയാണ്. ആ വചനമൊക്കെ ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായോ? ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ഖണ്ഡികയിലേക്ക് പോകണം. 213. അവിടെ വേറൊരു കാര്യം നമ്മൾ കൂടുതലായിട്ട് പറയാൻ എടുത്തോ? 213 എടുത്തോ? ഞാൻ വായിക്കട്ടെ. വായിക്കട്ടെ. 213-ാമത്തെ ഖണ്ഡിക കേട്ടോ, അതിൻ്റെ സൈഡ് ഖണ്ഡിക. ഞാൻ ആകുന്നവനാകുന്നു എന്ന അവർണ്ണനീയമായ നാമത്തിൻ്റെ ആവിഷ്കാരം. കണ്ടോ? ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന അവർണ്ണനീയമായ നാമത്തിൻ്റെ ആവിഷ്കാരം. അപ്പം ഇത്രയും ഭാഗത്തെ നമ്മൾ എടുക്കുകയാണ്. അതായത് ഞാൻ ആകുന്നവനാകുന്നു എന്ന അവർണ്ണനീയം, അതല്ലേ, വർണ്ണിക്കാനാവാത്ത അവസ്ഥയാണ് അല്ലേ, അവർണ്ണനീയമായ വർണ്ണിക്കാനാവാത്ത നാമം.
ആ നാമത്തിൻ്റെ ആവിഷ്കാരം അതെവിടെയാണ്? ആവിഷ്കാരം എന്ന് പറഞ്ഞതിൻ്റെ വാക്കിനർത്ഥം എന്താ? വെളിവാക്കുക, വെളിപ്പെടുത്തുക അല്ലേ? അപ്പോൾ ആ വെളിപ്പെടുത്തൽ ആദ്യം എവിടെയാണ് നമ്മൾ കണ്ടത്? ആദ്യം എവിടെയാണ് കണ്ടത്? ആദ്യം എവിടെ കണ്ടത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ ആകുന്നവൻ ആകുന്നു, ഞാൻ തന്നെ എന്നല്ല നമ്മൾ ആദ്യം എവിടെ കേട്ടത്? അത് മോശയോട് ദൈവം പറയുന്ന ഭാഗം എവിടെയാണ്? പുറപ്പാട് 3-ാം അധ്യായം. അതൊന്ന് എടുത്തേ നിങ്ങൾ. അത് നിങ്ങൾ ബൈബിൾ എടുത്തോ, ഞാനിവിടെ വായിക്കാൻ പോണേണ്. നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് നിങ്ങൾ നോക്കിക്കോ. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം. ഞാൻ 1 മുതൽ വായിക്കാം. അല്ല, 1 മുതൽ വായിക്കുന്നില്ല, കാരണം അതിൻ്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പം മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ വെച്ച് അല്ലേ അഗ്നിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു വന്നിട്ട് ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ അതറിയാം. അപ്പോൾ 13, അതായത് 3-ാം അധ്യായത്തിൽ 13, 14, 15 ആ വചനങ്ങൾ മാത്രം ഞാനിപ്പോൾ വായിക്കാൻ പോവാണ്. പുറപ്പാട് 3-ാം അധ്യായം 13, 14, 15 വചനങ്ങളാണ് വായിക്കാൻ പോണത്. ബാക്കിയെല്ലാം പശ്ചാത്തലമൊക്കെ നമുക്കറിയാലോ. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? കണ്ടോ, പേര് എന്താണെന്ന് ചോദിപ്പോൾ പേരാണ് ഇവിടെ വിഷയം. അപ്പോഴാണ് കർത്താവ് മോശയോട് പറയണത്, ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. കണ്ടോ, ഇപ്പോൾ നമ്മൾ CCCയിൽ എന്താ വായിച്ചത്? ഞാൻ ആകുന്നവനാകുന്നു എന്ന അവർണ്ണനീയമായ നാമത്തിൻ്റെ ആവിഷ്കാരം, അതായത് വെളിപ്പെടുത്തൽ. അപ്പം ഇത് ഈ ആവിഷ്കാരം നടന്നത് എവിടെയാണിപ്പോൾ? പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അല്ലേ? ഈ മലയിൽ അഗ്നിയിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഈ സംഭാഷണമൊക്കെ ഇവിടെ ഉണ്ടാവണത് ഉണ്ടോ? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ ആകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിപ്പിക്കപ്പെടണം. എന്താണ് കർത്താവിൻ്റെ നാമം? ഞാൻ ആകുന്നവൻ ആകുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നുള്ളത് മനസ്സിലായോ? ഇപ്പോൾ ഈ 213-ാമത്തെ ഖണ്ഡികയിലെ ആദ്യത്തെ സെൻറ്റൻസ് വായിച്ചപ്പോൾ എവിടെയാണ് ഈ ആവിഷ്കരണം ഉണ്ടായത്? ഈ അവർണ്ണനീയമായ ഈ നാമത്തിൻ്റെ ആവിഷ്കരണം എവിടെ ഉണ്ടായത്? കണ്ടോ, ഞാൻ ആകുന്നവനാകുന്നുവെന്ന ഈ വർണ്ണിക്കാനാവാത്ത അല്ലെങ്കിൽ ഈ അവർണ്ണനീയമായ നാമത്തിൻ്റെ ആവിഷ്കാരമാണിപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്. മനസ്സിലായോ? പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു അംശം അല്ലേ, ചെറിയൊരു ഒരു മണൽത്തരി ആയിട്ടുള്ളൂ. ആവിഷ്കാരം ആയിരിക്കുന്നവൻ ദൈവം മാത്രമെന്ന് സത്യം ഉൾക്കൊള്ളുന്നു. ഹെബ്രായ ഭാഷയിലെ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ഗ്രീക്ക് സപ്തതി വിവർത്തനവും പിന്നീട് സഭാ പാരമ്പര്യവും ദൈവനാമത്തെ ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കിയത്. ഉന്മയുടെയും എല്ലാ ഗുണവിശേഷങ്ങളുടെയും പൂർണ്ണതയായ ദൈവം ആദ്യന്തരഹിതനുമാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ആവിഷ്കാരം ഇപ്പോൾ പുറപ്പാട് 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഇനി രണ്ടാമത് ഉണ്ടായത് എവിടെയാണ്? രണ്ടാമത്തെ ആവിഷ്കരണം ഈ ഞാൻ തന്നെ, ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന ആളെ പിന്നെ നമ്മൾ കാണുന്നത് എവിടെയാണ്? ആവിഷ്കാരം അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വചനം എടുത്തേ നിങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങളാണ്. അതൊന്ന് വായിക്കേണ്ടതുണ്ട്.
6:35 അധ്യായം, യോഹന്നാൻ 6:35 ഞാനൊന്ന് വായിക്കാം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. കണ്ടോ, ഈ ഞാനാണെന്ന് അവിടെ എഴുതിയിട്ടില്ല, ഞാനാണ് ജീവൻ്റെ അപ്പം. കണ്ടോ, ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോണതേ ഈ പഠന ബൈബിള്, നിങ്ങൾ ഈ പഠന ബൈബിൾ എടുത്തേ, പഠന ബൈബിളുള്ളവരെല്ലാവരും പഠന ബൈബിൾ എടുക്കുക. ഈ ഷൈനിക്ക് ഞാനിത് ഇട്ടിട്ടുണ്ട്, എന്തിട്ടിട്ടുണ്ട്, ഈ ഫോട്ടോ ഇട്ടിട്ടുണ്ട് വാട്സപ്പിൽ. പറ്റുമെങ്കിൽ മറ്റേതെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് മാറ്റിയിട്ട് ഒന്ന് നോക്കിക്കോ. ഈ പഠന ബൈബിള് കയ്യിലില്ലാത്ത ആൾ മാത്രമായിരിക്കും ചിലപ്പോൾ, വേറെ എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അപ്പോൾ ഈ പഠന ബൈബിളിലെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അത് ഞാനാകുന്നു എന്ന് ഫുട് നോട്ടിൽ എഴുതിയേക്കണുണ്ടോ. കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാനിപ്പോൾ വായിക്കാൻ പോണേണ്. കണ്ടോ, ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ഈ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗം എടുക്കുമ്പോൾ താഴത്ത് വലതുവശത്ത് അല്ലേ, നമുക്ക് താഴത്ത് ആ പേജിൽ അടിക്കുറിപ്പിൽ കാണാം ഞാനാകുന്നു എന്ന് ഹെഡ്ലൈൻ. അപ്പോൾ അത് ഞാൻ വായിക്കാൻ പോണേണ്ടോ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനാകുന്നു വചനങ്ങൾ. എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനാകുന്നു വചനങ്ങൾ, ഞാനാകുന്നു എന്ന വചനങ്ങൾ. യേശു തനിക്കായി ഉപയോഗിക്കുന്ന നാമമാണ് ഞാനാകുന്നു. എഗോ എയ്മി, ഒന്നല്ലെങ്കിൽ ഗ്രീക്ക് പദമാകാം, അല്ലെങ്കിൽ ഹീബ്രു പദമാകാം. മനസ്സിലായോ? കണ്ടോ, എഗോ എയ്മി, അത് ഏത് പദമാണെന്ന് എനിക്ക് വ്യക്തതയില്ല. ഒന്നല്ലെങ്കിൽ ഗ്രീക്ക് ആകാം, അല്ലെങ്കിൽ ഹീബ്രു ആകാം. മനസ്സിലോ? എഗോ എയ്മി എന്നാണ് അതിനുള്ളിൽ. എന്താണ് ഞാനാകുന്നു. എന്നിട്ട് അതിനെ ഓടിച്ച് അല്ലേ, കുറച്ച് വചനങ്ങൾ അവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെയുള്ളത്. ഇപ്പം അതൊന്നും നിങ്ങൾ എടുക്കണ്ട, ഞാനിത് വായിക്കണത് ഇപ്പം നിങ്ങൾ കേട്ടാൽ മതി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്പം അവിടെ കോട്ട് ചെയ്തിരിക്കുന്ന വചനങ്ങൾ നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി, അവിടെ ബ്രാക്കറ്റിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാനതിപ്പോൾ ഓടിച്ചിങ്ങനെ വായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ ഈശോ എന്താ പറയണേ നോക്കട്ടെ. യേശു അവളോട് പറഞ്ഞു, അതായത് അല്ലേ സമരിയാക്കാരുടെ ഭാഗമാണിത്. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണവൻ. കണ്ടോ, ഞാൻ തന്നെയാണ് അവൻ. കണ്ടോ, 4:26. പിന്നെ 6:20 എന്താ പറയണേ? 6:20 എന്താ പറയണേ? അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. കണ്ടോ, ഞാനാണ്, ഭയപ്പെടേണ്ട. അതാ അല്ലേ ശിഷ്യന്മാർ ജലത്തിലൂടെ നടന്നു വരണത് കണ്ടിട്ട്, വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരണ കണ്ടിട്ട് പറയണത് ആകണം, അതന്നെ, വെള്ളത്തിന് മീതെ നടക്കുന്നു. കണ്ടോ, ഞാനാണ്, ഭയപ്പെടേണ്ട. ഇനി 8:24 എന്താ പറയണേ? 8:24 എന്താ പറയണേ? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ. കണ്ടോ, ഈ പറയണ ഞാനുണ്ടല്ലോ, ഈ ഞാനാണ്. മനസ്സിലായോ? പഴയ നിയമത്തിൽ ഞാനാകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞവൻ. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ ഞാനാകുന്നവൻ ആകുന്നു എന്ന് പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ അവൻ തന്നെയാണ് ഈ ഞാൻ തന്നെ ആകുന്നവൻ എന്ന് ഇപ്പോൾ ഈശോ പറയുന്നതും. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. 8:24. പിന്നെ 28-ാമത്തെ വചനം, 8 തന്നെ 28-ാമത്തെ വചനം എന്താ പറയണേ? അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. മനസ്സിലായോ? അപ്പോൾ ഞാനാണ് ഈ ഞാൻ തന്നെയാണ് ആ ഞാൻ എന്നുള്ളത് ഈശോ പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഈശോ സ്ഥാപിക്കുകയാണ്, അത് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് 58-ാമത്തെ വചനം. 58-ാമത്തെ വചനം വളരെ വിവാദവും പ്രസക്തവുമായൊരു വചനമാണ്. എന്താണ് അല്ലേ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. ആരുണ്ടാകണേക്ക് മുമ്പ്? അബ്രാഹാം ഉണ്ടാകുന്നതിന് മുൻപ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായി? കല്ലെടുക്കണ കാര്യം അല്ലേ? അബ്രാഹാം നിനക്കിനി 50 വയസ്സായിട്ടില്ല, അപ്പോൾ പിന്നെ നീ എങ്ങനെയാണ് അബ്രാഹത്തിനെ കണ്ടു എന്ന് അല്ലെങ്കിൽ അബ്രാഹത്തിന് മുമ്പ് ഉണ്ടായി എന്ന് പറയണേക്കെ എന്ന് ചോദിച്ചുകൊണ്ട് കല്ലെടുക്കണേണോ അവന്? അപ്പോൾ യേശു എന്തർത്ഥത്തിലാണ് ഇത് പറയണേ? അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ടെന്ന്. ഈ ഞാനാകുന്നവൻ ആകുന്നുവെന്നു പറഞ്ഞില്ലേ? ആ ആൾ തന്നെയാണ് ഈ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ സമരിയാക്കാരോട് പറഞ്ഞില്ലേ, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെ ആണ് അല്ലേ? ആ ആൾ തന്നെയാണ് ഈ ഞാൻ, അവൻ തന്നെയാണ് ഞാൻ, അവനാണ്. ഇതെങ്ങനെയൊക്കെയാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അല്ലേ നമുക്ക് പറഞ്ഞു വെക്കണേ? മനസ്സിലായോ? അപ്പോൾ ഇത്രയും മനസ്സിലായി. ഇപ്പം ഞാനിനി അടുത്ത വചനങ്ങളൊന്നും ഒരുപാട് വായിക്കണില്ല, ഞാൻ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി അതൊന്ന് വായിച്ചെന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ പഠന ബൈബിളുള്ളവരത് നോട്ട് ചെയ്ത് നോക്കി വെച്ചാൽ മതി. ബാക്കി ഞാനതൊന്ന് ഒന്നും കൂടി വായിക്കാൻ പോണാണ്. ഒന്നും കൂടി ആദ്യം തൊട്ട് വായിക്കാനാണ്. പഠന ബൈബിളിൽ നിന്ന് ഞാനാകുന്നു എന്ന ആ ഭാഗത്തിൻ്റെ ഫുട് നോട്ടിന്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനാകുന്നു വചനങ്ങൾ. യേശു തനിക്കായി ഉപയോഗിക്കുന്ന നാമമാണ് ഞാനാകുന്നു, എഗോ എയ്മി. എന്നിട്ട് ആ വചനങ്ങൾ കോട്ട് ചെയ്തൊക്കെ നമ്മൾ വായിച്ചു. പുറപ്പാടിൽ മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന പ്രയോഗമാണ് ഞാനാകുന്നു. പുറപ്പാട് 3-ാം അധ്യായം 14-15 വചനങ്ങൾ അതിൻ്റെ ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. 2-ാം ഏശയായും ദൈവത്തിൻ്റെ മഹോന്നത നാമമായി പ്രഖ്യാപിക്കുന്നത് അനിഹു എന്നൊരു വാക്ക് അല്ലേ? അനിഹു, അതും എനിക്ക് തോന്നുന്നത് ഹീബ്രു അല്ലെങ്കിൽ ഗ്രീക്കായിരിക്കാം. അനിഹു, അവൻ ഞാനാകുന്നു. കണ്ടോ, അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഞാനാകുന്നു എന്ന പ്രയോഗമാണ്. എന്നിട്ട് ഈ ഏശയുടെ അല്ലേ പുസ്തകത്തിൽ കുറച്ച് വചനങ്ങൾ കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാനതൊന്നും എടുത്ത് വായിക്കണില്ല. മിശിഹായുടെ ദൈവത്വത്തിൻ്റെ അനിഷേധ്യമായ വെളിപ്പെടുത്തലാണ് ഞാനാകുന്നു എന്ന പ്രയോഗം. കണ്ടോ, മിശിഹായുടെ ദൈവത്വത്തിൻ്റെ അനിഷേധ്യമായ, അതായത് നിഷേധിക്കാനാവാത്ത വെളിപ്പെടുത്തലാണ് ഞാനാകുന്നു. അപ്പോൾ യേശു വെളിപ്പെടുത്തലാണ് എന്ത്? ഞാനാകുന്നവനാകുന്നുവെന്ന് അന്ന് ഈ മുൾപ്പടർപ്പിൽ നിന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞ ആ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ ഈ ഞാൻ എന്ന് അവൻ സ്ഥാപിക്കണേണ്. അത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യം ആണ് താൻ. അങ്ങനെ വെളിപ്പെടുത്തണേണ് അവനെ തന്നെ. അതാണ് ആവിഷ്കാരം. ആദ്യത്തെ ആവിഷ്കാരം നമ്മൾ കണ്ടത് എവിടെയാണ്? മോശയുടെ അല്ലേ ആ മലയിലെ അല്ലേ ആ മുൾപ്പടർപ്പിലാണെങ്കിൽ പിന്നെ ആവിഷ്കരണം എവിടെയാണ് നടക്കണേ? കണ്ടോ, ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെല്ലാം ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, ഞാൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മിശിഹായുടെ ദൈവത്തിൻ്റെ അനിഷേധ്യമായ വെളിപ്പെടുത്തലാണ് ഞാനാകുന്നു എന്ന പ്രയോഗം. ശ്രദ്ധിക്കണോട്ടിനി, കേവല രൂപത്തിലുള്ള ഞാനാകുന്നു പ്രയോഗവും ആഖ്യാതങ്ങൾ കൂട്ടിച്ചേർത്ത ഞാനാകുന്നു വാക്യങ്ങളും സുവിശേഷത്തിലുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? കേവലവും ആഖ്യാതങ്ങളും. മനസ്സിലായോ? കേവല രൂപത്തിലുള്ള പ്രയോഗം യേശുവിൻ്റെ അത്യുന്നതാവസ്ഥയെയും, കണ്ടോ, കേവല രൂപത്തിലുള്ള പ്രയോഗം യേശുവിൻ്റെ അത്യുന്നതാവസ്ഥയെയും ആഖ്യാതങ്ങൾ ചേർന്നുള്ളവ മനുഷ്യമേഖലയിലേക്കുള്ള ഇറങ്ങിവരവും ദ്യോതിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നു. കേവല രൂപം അവൻ്റെ അത്യുന്നതാവസ്ഥ, അവൻ്റെ ദൈവത്വത്തെ. ആഖ്യാത വാക്യങ്ങൾ എങ്ങനെയാണ്? ആഖ്യാതങ്ങൾ എങ്ങനെയാണ്? മനുഷ്യമേഖലയിലേക്കുള്ള ഇറങ്ങിവരം അല്ലെങ്കിൽ അവൻ്റെ മനുഷ്യത്വത്തെ ഇറങ്ങിവരവും സൂചിപ്പിക്കുന്നു. എന്നിട്ട് പിന്നെ ഇനി വായിക്കാൻ പോണ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി വായിക്കാൻ പോണതാണ് കൂടുതൽ ക്ലാരിറ്റി നമുക്ക് കിട്ടുക. ആഖ്യാതങ്ങളോട് കൂടിയ 7 പ്രസ്താവനകളുണ്ട്. അതെന്തൊക്കെയാണ് ആ 7 പ്രസ്താവനകൾ? നോക്കണം കേട്ടോ. വിരൽ കൊണ്ട് എണ്ണിക്കോ, നിങ്ങൾ വിരൽ കൊണ്ട് എണ്ണിക്കോ. ഞാൻ ഇവിടെ വായിക്കാൻ പോണേണ്. ആഖ്യാതങ്ങളോട് കൂടിയ 7 പ്രസ്താവനകളുണ്ട്. എന്നിട്ട് പറയാണ് ഞാനാകുന്നു ജീവൻ്റെ അപ്പം. ഈശോ പറഞ്ഞില്ലേ
ഞാനാകുന്നു ജീവൻ്റെ അപ്പം. ഇപ്പം ഇവിടെ നമ്മൾ നേരത്തെ വായിച്ചതാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞില്ലേ. ഇനി രണ്ടാമത്തേത് എന്താണ്? ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം. ഉണ്ടോ? ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം. ഇനി മൂന്നാമത്തത് എന്താണ്? ഞാനാകുന്നു വാതിൽ. നാലാമത്തത് എന്താണ്? ഞാനാകുന്നു നല്ല ഇടയൻ. ഞാൻ നല്ല ഇടയനാണെന്ന് ഈശോ പറഞ്ഞില്ലേ. ഇനി അഞ്ചാമത്തത് എന്താണ്? ഞാനാകുന്നു പുനരുദ്ധാനവും ജീവനും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വചനത്തിലാണ് ലാസറിനെ ഉയർപ്പിക്കണ ആ ഭാഗത്ത്. ഞാനാണ് പുനരുദ്ധാനവും ജീവനും. 5. ഇനി ആറാമത്തത് എന്താണ്? ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ആറാമത്തത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഇനി ഏഴാമത്തത് എന്താണ്? ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിച്ചെടി. ഉണ്ടോ? അപ്പോൾ ആഖ്യാതങ്ങളോടുകൂടിയ 7 പ്രസ്താവനകളുണ്ട്. അത് ഇപ്രകാരമാണ്, അതെങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് 7 കാര്യങ്ങൾ. ഉണ്ടോ? അപ്പോൾ അത് കൂടുതൽ നിങ്ങളതിൽ നോക്കിയാൽ മതി. പഠന ബൈബിളുള്ളവർക്ക് അത് കൂടുതൽ ഉപകാരപ്പെടും. അതിനാണ് ഈ പഠന ബൈബിൾ നിങ്ങൾക്ക് ഇല്ലാത്തവർക്കൊക്കെ മേടിച്ച് അയച്ചു തന്നത്. ഒരാൾക്കും കൂടി കിട്ടാനുണ്ട് അതിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ ആൾക്കും മേടിച്ച് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇത്രയും അപ്പോൾ ഞാൻ ഈ 213-ാമത്തെ അതൊന്ന് പൂർത്തിയാക്കട്ടെ. ഒന്നും കൂടിയും ആദ്യം തൊട്ടൊന്ന് വായിച്ചത് പൂർത്തിയാക്കട്ടെ. ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന അവർണ്ണനീയമായ നാമത്തിൻ്റെ ആവിഷ്കാരം കണ്ടോ. അപ്പോൾ ആവിഷ്കാരം പഴയ നിയമത്തിൽ നമ്മൾ കണ്ടതും പുതിയ നിയമത്തിൽ യേശുവിൻ്റെ മനുഷ്യാവതാരം അവൻ്റെ പരസ്യ ജീവിതത്തിന് ആ കാലഘട്ടത്തിൽ അവൻ വെളിപ്പെടുത്തുകയാണ്. ഈ ഞാനാകുന്നവൻ ആകുന്നു എന്ന ആൾ ആ ഞാൻ തന്നെയാണെന്ന്. ആവിഷ്കാരം ആയിരിക്കുന്നവൻ ദൈവം മാത്രമെന്ന സത്യം ഉൾക്കൊള്ളുന്നു. ഹെബ്രായ ഭാഷയിൽ വിശുദ്ധ ലിഖിതങ്ങളുടെ ഗ്രീക്ക് സപ്തതി വിവർത്തനവും പിന്നീട് സഭാ പാരമ്പര്യവും ദൈവനാമത്തെ ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കിയത്. കണ്ടോ? എന്ത് അർത്ഥം? ഞാനാകുന്നവൻ ആകുന്നു, ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സഭാ പാരമ്പര്യവും പിന്നെന്താണ്? ഹെബ്രായ ഭാഷയിൽ വിശുദ്ധ ഗ്രീക്ക് സപ്തതി, അതായത് സപ്തജിത്ത് എന്ന് പറഞ്ഞ ഒരു ബൈബിള്, അതാണ് മാതാവും യേശുവും അടങ്ങുന്ന യഹൂദ വംശം ഉപയോഗിച്ചിരുന്നത്. യഹൂദജനം ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആദ്യം പഴയ നിയമം മുഴുവൻ ഹീബ്രുവിലായിരുന്നു. അപ്പോൾ അതിനെ ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തി. ആ പരിഭാഷയുടെ പേരാണ് സപ്തജിത്ത്. അതിനെയാണ് ഇവിടെ പറയണേ ഹെബ്രായ ഭാഷയിലെ വിശുദ്ധ ലിഖിതങ്ങളുടെ ഗ്രീക്ക് സപ്തതി. കണ്ടോ? ഹെബ്രായ ഭാഷയിലെ വിശുദ്ധ ലിഖിതങ്ങളുടെ ഗ്രീക്ക് സപ്തതി. സപ്തതി എന്ന് പറഞ്ഞാൽ 70. അപ്പോൾ അതിനൊക്കെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം അതിലോട്ടൊന്നും ഞാൻ പോണില്ല. ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ, പഴയ ആൾക്കാർക്കൊക്കെ അതറിയാം. അപ്പോൾ ഹെബ്രായ ഭാഷയിലെ വിശുദ്ധ ലിഖിതങ്ങളുടെ ഗ്രീക്ക് സപ്തതി വിവർത്തനവും ആ വിവർത്തനവും പിന്നീട് സഭാ പാരമ്പര്യവും ദൈവനാമത്തെ ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കിയത്. ഏതർത്ഥം? ഞാനാകുന്നവൻ ആകുന്നു. പലരും ചോദിക്കാറുണ്ട് ദൈവത്തിൻ്റെ പേരെന്താണ്, ദൈവത്തിൻ്റെ പേരെന്താണ്? യഹോവ എന്നാണ് ദൈവത്തിൻ്റെ പേര്. യഹോവയെന്ന് വിളിക്കാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് പറയണേ. അപ്പോൾ പിന്നെ യഹോവ സാക്ഷികൾ എങ്ങനെയാണ് അല്ലേ? അപ്പോൾ അവരെൻ്റെ അടുത്ത്, അപ്പം ഞാനങ്ങനെ ചോദിച്ചപ്പോൾ അല്ല അത് കുഴപ്പമില്ല, അതങ്ങനെയാണെന്ന്. അപ്പം അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ പറയണില്ല. അപ്പോൾ നമ്മുടെ വിഷയം ഇപ്പം അതല്ലല്ലോ. അപ്പോൾ ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കുക. ഉന്മയുടെയും എല്ലാ ഗുണവിശേഷങ്ങളുടെയും പരിപൂർണതയായ ദൈവം. ഉന്മയുടെയും എല്ലാ ഗുണവിശേഷങ്ങളുടെയും എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണാം, എല്ലാം അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല എന്ന് 1-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനമോ അല്ലേ? എത്രാമത്തെ വചനമാണത്? അത് നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. അപ്പോൾ 1-ാം അധ്യായത്തിൽ അല്ലേ വചനം മാംസമായി എന്നുള്ള ആ ഭാഗത്ത് ഫസ്റ്റ് തുടങ്ങി വരുന്നത് ഈ ഒരു വചനം അവിടെ പറയുന്നു, എല്ലാം അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അണ്ട് ഉന്മയുടെയും എല്ലാ ഗുണവിശേഷങ്ങളുടെയും പരിപൂർണതയായ ദൈവം ആദ്യന്തരഹിതനുമാണ്.
കണ്ടോ, ആദ്യന്തരഹിതൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആദ്യവും അന്ത്യവും, അല്ലെങ്കിൽ അല്ലേ, ആദ്യവും അവസാനവും ഇല്ലാത്തവൻ, അല്ലെങ്കിൽ ആരംഭവും അല്ലേ, ആരംഭവും അവസാനവും ഇല്ല. ഈ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കണത്. അങ്ങനൊരു വചനം എഴുതപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്നറിയോ? അത് എവിടെയാണ് ആ വചനം എന്ന് പറയാമോ ആർക്കെങ്കിലും? കാണാതെ പറയാമോ ആർക്കെങ്കിലും ആ വചനം എവിടെയാണെന്ന്? കാണാതെ പറയണം. അടുത്ത് വന്നു, പക്ഷെ അങ്ങനെയല്ല. ഇതൊരു 13:8. ആ 13:8 ഒന്ന് വായിച്ചേ, 13:8. എബ്രായർ 13:8 ഒന്ന് വായിച്ചേ, അതൊന്ന് വായിച്ചേ. 13-ാം അധ്യായം 8-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. യേശുക്രിസ്തു 13:8 അപ്പോൾ ദൈവം ആദ്യന്തരഹിതനുമാണ്. മനസ്സിലായോ? അതാണ് ആ അർത്ഥത്തിലാണ് ഈ വചനമൊക്കെ നമുക്ക് മനസ്സിലാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണെന്നുള്ളത്. അവൻ ആരംഭവുമില്ല അവസാനവുമില്ല. മനസ്സിലാവുന്നുണ്ടോ? സർവ സൃഷ്ടികൾക്കും അവ ആയിരിക്കുന്നത് എന്തോ അതും അവയ്ക്കുള്ളവ എന്തോ അതും അവിടെ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെയാണ് മറ്റേ വചനത്തെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അല്ലേ, എല്ലാം അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല എന്നുള്ള വചനമൊക്കെ ഇവിടെ നമുക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. ദൈവം മാത്രമാണ് തൻ്റെ തന്നെ ഉന്മയായിരിക്കുന്നവൻ. കാരണം ദൈവം തന്നെയാണ് തൻ്റെ ഉന്മയായിരിക്കുന്നവൻ. അവിടുന്ന് തന്നിൽ തന്നെ അവിടുന്ന് ആയിരിക്കുന്ന സർവ്വതുമാണ്. മനസ്സിലായോ? അപ്പം ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. അപ്പം നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, 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 താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ നമുക്ക് കുരിശ് വരച്ചിട്ട് നമുക്ക് നിർത്താം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒന്ന് ഓഫ് ചെയ്തിരി. അതിൽ തന്നെ അമർത്തിയ അതല്ല അതിൽ തന്നെ അമർത്തിയ അതിൽ തന്നെ